ദേവേട്ടനെയും ആ ടീച്ചറെയും തമ്മിൽ അടുപ്പത്തിലാക്കാൻ അവസരം നോക്കി നടക്കുക ആയമ്മ. ഞാൻ ആർച്ചയോട് ചോദിക്കാനിരിക്കുമായിരുന്നു അതിനെപ്പറ്റി. ദേവന് വേറൊരു പെണ്ണുമായി ശകല അടുപ്പമുണ്ടോന്നൊരു സംശയം. അതെന്താ അങ്ങനെ തോന്നാൻ? അല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ അമ്പലത്തിൽ പോയപ്പോ അവിടെ വെച്ചൊരു പെണ്ണ് ദേവന് പ്രസാദം കൊടുക്കുന്നതും സംസാരിക്കുന്നതും ഒക്കെ കണ്ടു. ദേവൻ സ്ത്രീകളോട് സംസാരിക്കില്ല എന്നും സ്ത്രീകളെ കണ്ടാൽ അകന്നു മാറുമെന്നും ഒക്കെയല്ലേ നമ്മൾ കരുതിയിരുന്നത്. അതുകൊണ്ടാ ഞാൻ ശ്രദ്ധിച്ച്. അതേ പെണ്ണിനെ ഇന്നലെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ വെച്ചും കണ്ടു. ഓ, എന്തൊക്കെ വാചകോടിയായിരുന്നു മുമ്പ്. അന്ന് എന്താ എന്നോട് പറഞ്ഞത്? ISI മാർക്കുള്ള 916 ഭക്തനാണെന്നല്ലേ? എന്നിട്ടിപ്പോ 916 പെണ്ണിനെ കുറിച്ച് ആലോചിച്ചിരിക്കുന്നു. കൊള്ള. അന്നൊക്കെ ബ്രഹ്മചാരിയുടെ ഭക്തനാന്ന് പറഞ്ഞുള്ള തള്ളു കേട്ടോണ്ടല്ലോ, ഒരു രൂപക്കൂട് പണിഞ്ഞ് അതിൽ ഇരുത്താൻ തോന്നും. മുമ്പ് പെണ്ണുങ്ങളെ കാണുമ്പോ ഓടി ഒളിച്ചോണ്ടിരുന്ന ആളാ, ഇപ്പൊ പെണ്ണുങ്ങളെ കുറെ ഓടുന്നു. ഞാൻ ആ അർത്ഥത്തിലൊന്നുമല്ല പറഞ്ഞത്. ആ ആനന്ദവല്ലിയുടെ പെരുമാറ്റം എനിക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഓ, അതിന്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലേ അണ്ണാ. എത്രയും വേഗം അതിനെ പറഞ്ഞു വിട്ടോ, അല്ലെങ്കിൽ പാരയാവുന്നു. അതെങ്ങനെയാടാ പറഞ്ഞു വിടുന്നത്? കുറച്ചു ദിവസം താമസിക്കാനല്ലേ അവർ വന്നത്. അന്ന് അച്ഛനെ സമ്മതിക്കുകയും ചെയ്തതാ. പിന്നെ എന്തു പറയാനാ? ഞാനൊരു വിധത്തിൽ കടിച്ചു പിടിച്ച് സഹിക്കുക. അണ്ണന്റെ അച്ഛന് ബുദ്ധിയുണ്ട്. എന്താടാ അച്ഛന്റെ ബുദ്ധിയും ഇതുമായിട്ട് എന്താ ബന്ധം? അണ്ണനോട് അച്ഛനും മറ്റും കല്യാണ കാര്യം പറയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? അപ്പോഴൊക്കെ അണ്ണൻ എന്തുവാ പറഞ്ഞത്? ആഞ്ജനേയ ഭക്തനാണ്, ആസ്ഥാന ഗുരുവാണ്, ബ്രഹ്മചാരിയാണ്, സ്ത്രീ വിരോധിയാണെന്നൊക്കെയല്ലേ? അതൊന്ന് മാറ്റിയെടുക്കാൻ അച്ഛൻ കണ്ട വഴിയാണിത്. പൂച്ചയെ പേടിയുള്ളവന്റെ പേടി മാറാൻ പൂച്ചയുടെ കഴിയണമെന്നല്ലേ? പാമ്പിനെ പേടിയുള്ളവന്റെ പേടി മാറ്റാൻ പാമ്പും കൂട്ടിലിട്ടാ മതി. അണ്ണന്റെ സ്ത്രീ വിരോധം മാറ്റാൻ അച്ഛൻ കണ്ടുപിടിച്ച പെണ്ണാണ് ആനന്ദവല്ലിയെന്ന് കരുതിയാ മതി. പോടാ, അവളുടെ കാര്യം ഓർത്താ മതി. സ്ത്രീ വിരോധം കൂടത്തേ ഉള്ളൂ. അണ്ണന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? സത്യം പറയാലോ, വീട്ടിലേക്ക് പോവാൻ തന്നെ പേടിയാ എനിക്കിപ്പോ. ഒരുമാതിരി വളർത്തുപൂച്ചയുടെ സ്വഭാവം അവൾക്ക്. ഏത് നേരം നമ്മളെ മുട്ടി ഒരുമി ചലച്ചോണ്ട് നടക്കും. ഒരു സൗര്യം തരില്ല. ഞാൻ അവളെ കൊണ്ട് മടുത്തിരിക്കാം. എനിക്ക് പലപ്പോഴും കൈ നിവർത്തി ഒന്ന് കൊടുത്താലും തോന്നുക. വീട്ടിൽ പ്രശ്നമുണ്ടല്ലോ എന്ന് കരുതി ക്ഷമിക്കുന്നതാ. ടീച്ചർ ഇവിടെ വന്ന വിവരം കണ്ണൻ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. അതെന്തിനാണെന്ന് അറിയാനാ അവൻ എന്നെ ചുറ്റിപ്പറ്റി നടക്കുന്നത്. അവന്റെ ഈ ഒളിച്ചുകളി എവിടം വരെ പോവൂന്നറിയാലോ. എന്താ കുഞ്ഞെ, എന്തെങ്കിലും വേണോ? ആ വേണം. ചില കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്. സത്യസന്ധമായൊരു മറുപടിയാ എനിക്ക് വേണ്ടത്. എന്താ? കുറച്ചു മുമ്പ് ഇവിടെ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നോ? ആ മീൻകാരി വന്നിരുന്നു. അതല്ലാതെ ആരെങ്കിലും? ആ, നമ്മുടെ സ്കൂളിലെ ടീച്ചർ വന്നിരുന്നു, അല്ലി ടീച്ചർ. അവർക്കെന്താ ഇവിടെ കാര്യം? എന്തിനാ അവര് വന്നത്? എന്നെ കാണാനോ, അച്ഛനെ കാണാനോ, അല്ലെങ്കിൽ ദേവേട്ടനെ കാണാനോ? അങ്ങനെ എന്തെങ്കിലും ആണോ കാര്യം? ടീച്ചർ വന്നത് എന്തിനാണെന്ന് എനിക്കറിയില്ല. അങ്ങൊന്നിനെ കാണാനാണെന്ന് തോന്നുന്നു. ഇത് കണ്ണൻ ഉണ്ടാക്കിയതാണല്ലോ. ആഹാ, നീ എവിടെ ഇരുന്ന് വള്ളം ഉണ്ടാക്കി കളിക്കുകയാണോ? ഇതാ പറയുന്നത്, ചുട്ടയിലെ ശീലം ചുടല വരേന്ന്. സാധനം അത് തന്നെ. പിന്നെ ഇതെങ്ങനെ ഇവിടെ എത്തി? ഒരു കാര്യം ഉറപ്പാ, കണ്ണനും ടീച്ചറും തമ്മിൽ മറ്റാർക്കും അറിയാത്ത എന്തോ ഒരു അടുപ്പമുണ്ട്. അല്ലെങ്കിൽ ഇതിവിടെ വരില്ല. വരട്ടെ, കണ്ടുപിടിക്കാം. ആ, അവര് തമ്മിൽ അടുപ്പമുള്ള സ്ഥിതിക്ക് ഞാൻ പറയാൻ പോണ കാര്യം അല്ല ടീച്ചർ സമ്മതിക്കുമെന്ന് ഉറപ്പാ. ആ, ഇത് കൊള്ളാലോ.
നല്ല ഭംഗിയുണ്ട്. ഇതെവിടുന്ന് കിട്ടി? മോളുണ്ടാക്കിയതാ? അല്ലല്ല, ഞാനുണ്ടാക്കിയതല്ല. പിന്നെ പുഴയിലൊഴുകി വന്നതാണെന്ന് പറഞ്ഞാ ഇതിനൊരു വില തോന്നില്ല. അതുകൊണ്ട് സത്യം പറയണ്ട. അതൊരാൾ എനിക്ക് ഉണ്ടാക്കി തന്നതാ. ടീച്ചറോട് സ്നേഹമുള്ള ആരെങ്കിലും ആയിരിക്കും അല്ലേ? അതെ, ഞങ്ങള് വലിയ കൂട്ടാ. നന്നായി. അങ്ങനെ സ്നേഹമുള്ള നല്ല കൂട്ടുകാരുള്ളത് ഒരു ഭാഗ്യ. അങ്ങനെയുള്ള കൂട്ടൊന്നും വേണ്ടാന്ന് വെക്കരുത് കേട്ടോ. ഏയ് ഇല്ല. ആയമ്മ ചായ കുടിക്കേ. അമ്മയെ കരയിപ്പിക്കാനാ മോന്റെ ഉദ്ദേശം? പിന്നെ അമ്മ എന്തിനാ എന്നെ കരയിപ്പിക്കുന്ന? അമ്മ സ്കൂളിലിരിക്കണം. അമ്മ ക്ലാസ്സിലിരുന്നാലേ സാറ് അടിക്കും. കുട്ടികളൊന്നും ചെയ്യൂല, അതുകൊണ്ടാ. ആ, അമ്മ അടിച്ച അയാൾക്ക് ഞാൻ നല്ല ഇട്ട് കൊടുക്കും. അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ. അമ്മ മോന്റെ കൂടെ ഇരുന്നു, അന്നേരം സാർ അടിക്കൂല. എന്നൊരു കാര്യം ചെയ്യാം. മോൻ ക്ലാസ്സിലിരിക്കും, പുറത്ത് വരാന്തേല് ജനലിന്റെ അടുത്ത് അമ്മ ഇരിക്കാം. അമ്മയ്ക്ക് മോനെ എപ്പോഴും കാണാമല്ലോ, മോനെ അമ്മയും കാണാം. ജനലിലൂടെ കൈ നീട്ടിയാ അമ്മയ്ക്ക് മോനെ തൊടുകയും ചെയ്യാം. ആ, അമ്മ അവിടെ ഇരിക്കണേ, മോന് കാണണം. ശരി, അമ്മ അവിടെ ഇരിക്കാം. അമ്മയ്ക്ക് മോനെയും കാണണ്ടേ. നമസ്കാരം. നമസ്കാരം മാഷേ, ഞാൻ മോനെയും കൊണ്ട് വന്നതാ. നന്നായി. ഇനിയെങ്കിലും അവൻ ക്ലാസ്സിലിരുന്ന് പഠിക്കട്ടെ. പക്ഷേ ഞാനും ഇരിക്കാതെ അവൻ ഇരിക്കില്ലെന്നാ പറയണേ. ആദ്യം എല്ലാ കുട്ടികളും ഇങ്ങനെയാ. 2-3 ദിവസം കൊണ്ട് ആ വിഷമം അങ്ങ് മാറും. പുതിയ കൂട്ടുകാരെ കിട്ടുമ്പോ പിന്നെ വേറെ ആരെയും വേണ്ടാതാകും. ഇവന് പിരിയാൻ എനിക്കും വലിയ സങ്കടാ. സങ്കടപ്പെട്ട എങ്ങനെ ശരിയാവും? മകന്റെ നല്ല ഭാവിക്ക് വേണ്ടിയല്ലേ. അതൊക്കെ സഹിക്കണം. എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ തന്നെയാ. മക്കളെ പിരിയുന്നത് ആർക്കും അത്ര ഇഷ്ടമുള്ള കാര്യമല്ല. ഭാരതിയമ്മ സമാധാനായിട്ടിരിക്കെ. കുട്ടിയെ ഞങ്ങൾ നോക്കിക്കോളാം. ആയ്, ദേവഭദ്രന് ക്ലാസ് മുറിയെ കാണണ്ടേ? വാ. അമ്മ, മോൻ പേടിക്കണ്ട, അമ്മ പോവൊന്നുമില്ല. ഈ സാറാ ഇനി മോനെ എഴുതാനും വായിക്കാനും ഒക്കെ പഠിപ്പിക്കുന്നേ. ഗുഡ് മോർണിംഗ് പറഞ്ഞേ. വേണ്ട അമ്മ, നമുക്ക് പോകാം. എനിക്ക് സ്കൂള് വേണ്ട. വേണ്ടെങ്കി വേണ്ട. മോനെ എഴുതിയത് സാറിനെ ഒന്ന് കാണിച്ചു കൊടുത്തേ. എന്റെ മോനെ എഴുതാൻ അറിയോന്ന് സാറിനെ ഒന്ന് കാണിച്ചു കൊടുക്കണ്ടേ? ദാ കാണിച്ചേ. മോൻ എഴുതാനും പഠിച്ചോ? ഒന്ന് കാണിച്ചേ. അയ്യോ, ഇത് മോൻ എഴുതിയതാണോ? എന്ത് ഭംഗിയാ കാണാൻ. ആട്ടെ, എന്താ എഴുതിയിരിക്കുന്നേ? അമ്മ. മിടുക്കൻ. അമ്മയെന്ന് എഴുതാൻ ആരാ പഠിപ്പിച്ചേ? അമ്മയാ. അമ്മ തന്നെ എഴുതി തന്നത്. അതൊന്നും അല്ല സാറേ, എന്റെ മോൻ തന്നെയാ അത് എഴുതിയത്. ഈ ക്ലാസ്സിൽ കുറേ കുട്ടികൾ ഇരിപ്പുണ്ട്. ഒറ്റ എണ്ണത്തിന് എഴുതാൻ അറിയില്ല. മോൻ എഴുതിയത് കാണിച്ചു കൊടുത്ത് നമുക്ക് അവരെ നാണം കെടുത്തന്റെ മോനെ. മോൻ വാ. അമ്മ ഇവിടെ തന്നെ നിന്നോണം. ഞങ്ങൾ ഇപ്പൊ വരും. ഒയ്ക്കോ. ആ ലോണിന്റെ പ്രശ്നമാണ് സാറേ. അതൊക്കെ ഒരു കളിയല്ലേ സാറേ. മുഴുവനും അക്കരെയുള്ള വാവച്ച മുതലാളുടെ ബിനാമി അക്കൗണ്ടുകളല്ലേ. ലോൺ പോയിരിക്കുന്ന മുഴുവനും ആ അക്കൗണ്ട് വഴിയല്ലേ. റിട്ടയറായ സാമുവൽ സാറും വാവച്ച മുതലാളിയും ചേർന്നുള്ള കളിയാ. സാറ് പെട്ടുപോയതാണെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നിയമപ്രകാരം സാറിന്റെ പേരിലാ നടപടി വരിക. എങ്ങനെയെങ്കിലും കുറെ തുക തിരിച്ചടച്ചാൽ സാറിന് പിടിച്ചു നിൽക്കാം. ആരടയ്ക്കാൻ? അതിന് ആ അക്കൗണ്ടിൽ ആരെങ്കിലും ജീവനോട് ഉണ്ടായിട്ടുണ്ടേ. ഓഡിറ്റർ വന്ന് സാറിനെതിരെ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. ജോലി പോവുകയും ചെയ്യും, നഷ്ടപ്പെട്ട തുകയ്ക്കുള്ള ശിക്ഷ അനുഭവിക്കേണ്ടിയും വരും. ഞാൻ നോക്കിയിട്ട് സാറിന് രക്ഷപ്പെടാൻ ഒരു വഴിയേ ഉള്ളൂ. നേരെ അക്കരയ്ക്ക് പോവുക, ആ വാവച്ച മുതലാളിയെ കണ്ട് കൈയും കാലും പിടിച്ചൊന്ന് പറഞ്ഞു നോക്കുക. അയാൾ കനിഞ്ഞ സാറ് രക്ഷപ്പെടും. ശരിയാ സാറേ, ഒന്ന് ശ്രമിച്ചു നോക്കൂ. ദക്ഷിണേ ഹല്ലിയാമ്പലിതളേ മഴവില്ലു തോൽക്കുമഴകേ